യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. നമ്മുടെ 40 ദിവസത്തെ നോമ്പിന് അവസാനമായി വരുന്ന വെള്ളിയാഴ്ച രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ രാജാധിരാജനായ യേശുക്രിസ്തുവിനെ രാജാവായി ജനങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസം. ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവീക സാന്നിധ്യത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിലും പിൻപിലും വശങ്ങളിലും ശക്തമായ കോട്ടയായി നമ്മളോടൊപ്പം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 105 സങ്കീർത്തനം 11 തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാൻ ദേശം നൽകും. അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദൈവം വാഗ്ദാനം നൽകിയ കാനാൻ ദേശം കാണുകയും അവിടെ എത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. നമ്മളെക്കുറിച്ചും ദൈവം ഒരു പദ്ധതി കണ്ടിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളത്. നമുക്കെന്താണോ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്, ആ ദൈവിക പദ്ധതി നടക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാം. ഇസ്രായേൽ ജനം 40 വർഷം ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടു. സഹനങ്ങളിലും സമൃദ്ധിയിലും എല്ലാം അവരെ പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന ദൈവം. അങ്ങനെ സ്നേഹനിധിയായ ആ ദൈവത്തോടൊപ്പം നമുക്കും നമ്മുടെ സഹനങ്ങളും കുരിശുകളും എടുത്തുകൊണ്ട് നമുക്ക് നടക്കാം. പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ, ദൈവമേ നീ എൻ്റെ കൂടെ ഉള്ളതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന നിറഞ്ഞ മനസ്സോടെ നമുക്ക് യാത്ര ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവപരിപാലനയിലേക്ക് സമർപ്പിക്കാം. രാഷ്ട്രത്തലവന്മാർ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.